അല്പസമയം വിവചനം ഷെയർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ചില നാളുകളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പുസ്തക പ്രവൃത്തികളും റോമാലേഖനവും ഒക്കെ പഠിച്ച് വരികയായിരുന്നു. ഇന്ന് ഇടയ്ക്ക് ഒരു അടുത്ത പഠനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു ദിവസം എന്ന നിലയിൽ ഒരു ജനറലായിട്ടുള്ള ഒരു വചനചിന്ത ഒരുമിച്ച് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. സാധാരണഗതിയിൽ സാറ്റർഡേ ഫ്രീ ആണ്, ഇവിടെ കുറെ സമയം ഇരിക്കുന്നതാണ്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ പകല് നമുക്ക് പരിചയമുള്ള സാജു ജോൺ മാത്യുവിൻ്റെ ഇളയ മോളുടെ കല്യാണമായിരുന്നു. അതിന് സംബന്ധിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് SCPF-ന്റെ ഒരു മീറ്റിംഗ് അത്യാവശ്യമായിട്ടുള്ള ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ സന്ധിക്കാൻ വന്നത്. എന്നാലും ഈ കഴിഞ്ഞ ചില നാളുകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കാനായിട്ട് സന്തോഷമുണ്ട്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രായോഗിക ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ദൈവത്തിന്റെ വചനം നൽകണമേ. അവിടുന്ന് ഞങ്ങളോട് കൃപ തോന്നി ഞങ്ങളുടെ ജീവിതം കുറെ കൂടെ കർത്താവിനോട് അടുത്തു വരുവാൻ ഈ വചനചിന്തയും സഹായമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സൂം മീറ്റിങ്ങിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ആശീർവദിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു വചനം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമായ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്: എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. Abide in me and I in you as I in you. ഈ അബൈഡ് എന്നുള്ള ഒരു തീം, ഒരു ചിന്ത കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് അവിടെ നടന്ന റിട്രീറ്റിലും ഒക്കെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ തീം അത് തന്നെയായിരുന്നു തോന്നുന്നു. അപ്പൊ കർത്താവിനോട് ചേർന്ന് വസിക്കുക എന്ന് പറയുന്ന ഒരു ചിന്ത പല കാരണങ്ങൾ കൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നുപോയ ചില എക്സ്പീരിയൻസിലൂടെ എനിക്ക് നിങ്ങളോടും ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹം തോന്നി. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. വേറൊരു വാക്യം നമ്മൾ വായിക്കുന്നത്: നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കും എന്നൊരു വാക്യമാണ്. വേറൊരു വചനം നമ്മൾ വായിക്കുന്നത്: നിങ്ങൾ എന്നോട് അടുത്തു വരുകയും ഞാൻ നിങ്ങളോടും അടുത്തു വരും. കർത്താവിനോട് ചേർന്നിരിക്കുന്നതിൻ്റെ എങ്ങനെയാണത് പ്രായോഗിക ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ, സാധാരണ ആളുകളൊക്കെ ധരിക്കുന്നത് നമ്മളൊരു മീറ്റിങ്ങിനെ സംബന്ധിച്ചാൽ മതി, പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ഒടുവിൽ ആശീർവാദം പറഞ്ഞ് നമ്മൾ പിരിയുന്നു. നമ്മൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സച്ചിനും വിട്ട ഒരു ചിന്ത അതായിരുന്നല്ലോ, ഈ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ചേർന്ന് വരിക, അതായത് ദൈവസിംഹാസനത്തിന്റെ അടുത്തു വരെ ചെല്ലുക. ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് കൃപാസനത്തിൽ നമ്മുടെ യേശു കർത്താവ് നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാനായിട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. ഈ ദൈവസിംഹാസനത്തിന്റെ അടുത്തേക്ക് ചെല്ലുക എന്ന് പറയുന്ന എക്സ്പീരിയൻസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് നമ്മൾ എൻജോയ് ചെയ്യാറുണ്ടോ, എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടോ? അതിനുള്ള ആക്സസിബിലിറ്റി നമുക്കുണ്ടെങ്കിലും അത് പ്രായോഗികമായി എത്ര ദൈവമക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ എല്ലാ വാക്യങ്ങളും ഞാൻ പറയുന്നത് എടുത്ത് വായിക്കണമെന്നില്ല, സാവകാശം നോക്കിയാലും മതി. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഒരു പ്രായമുള്ള സഹോദരിയെ കാണുന്നുണ്ട്. അവളെ കുറിച്ച് പറയുന്നത് അവള് ദേവാലയം വിട്ടുപിരിയാതെ ഇരുന്നതായിട്ടാണ്, അല്ലേ? കാരണം അവളുടെ ജീവിതത്തിൽ ഒരു മിഷൻ ഉണ്ടായിരുന്നു, ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട്. അതുകൊണ്ട് ദേവാലയം വിട്ടുപിരിയാതെ ഇരുന്നു. ഒരു കെട്ടിടത്തിൽ ദീർഘസമയം അല്ലെ ഒരു പള്ളിയിലോ ഒരു ആലയത്തിലോ ഇരിക്കുന്ന കാര്യമല്ല, ദൈവസാന്നിധ്യത്തിൽ വിട്ടുപിരിയാതെ ഇരിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് പ്രായോഗികമാകുന്നത്? എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എങ്ങനെ പ്രായോഗികമാകും എന്ന് പറയുന്നത് പോലെ ഞാൻ സാധാരണ പറയാറുണ്ട്, ലൈക്ക് എ ഹോം കമ്മിങ് ബേർഡ്. ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും
ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്ന ഒരു എക്സ്പീരിയൻസ്, അത് എത്ര ദൈവമക്കൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്, അല്ലെ അതിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ ഈ ഒരു ചിന്ത പങ്കുവെക്കുന്നതിന്റെ അടുത്ത് തന്നെ കഴിഞ്ഞ ഇന്നലെ വരെ, തിങ്കൾ മുതൽ വെള്ളി വരെ, എൻ്റെ ഒരു അടുത്ത സ്നേഹിതനുണ്ട്. നിങ്ങൾ പലർക്കും അദ്ദേഹത്തെ അറിയാൻ സാധ്യതയില്ല, സ്നേഹിക്കറിയാം. എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ പേര് ജെയ്ക്ക് എന്നാണ്. തിരുവല്ലയിലാണ് താമസം. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്കൊരു 4-5 ദിവസം ദൈവഹിതം അറിയാനും ഒക്കെ ആയിട്ട് ഇരിക്കണം. ഞാൻ പറഞ്ഞു, ബ്രദർ എൻ്റെ വീട്ടിലിരുന്നു. അപ്പോ പ്രകാശ് എന്തിനേലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയല്ലേ, ഇടയ്ക്ക് വന്നാൽ മതി. അദ്ദേഹം ഇരുന്നത് ഇവിടെ അടുത്ത് താമസിക്കുന്ന ടോണി പാസ്റ്റർ എന്ന് പറയുന്ന ഒരു ദേവദാസിന്റെ വീട്ടിലാണ്. ആദ്യം ഹോളിൽ ഇരിക്കാൻ തീരുമാനിച്ചു, പിന്നെ അദ്ദേഹം വീട്ടിൽ തന്നെ ഇരിക്കാം എന്ന് സമ്മതിച്ചു. അവിടെ ഇരിക്കുകയാണ്. ഞാൻ 2-3 ദിവസമൊക്കെ പോയി, ഇടയ്ക്ക് സമയം കിട്ടിയ സമയങ്ങളിലൊക്കെ. സാധാരണ നമ്മുടെ കൂട്ടായ്മയേക്കാൾ വ്യത്യസ്തമായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം, അവിടെ ഒരു പാട്ട് പാടിയോ പ്രാർത്ഥിച്ചോ ഒരു മീറ്റിംഗ് തുടങ്ങുകയോ 2-3 പേര് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. വേറെ അധികം പേരില്ല, ഞങ്ങൾ 2-3 പേരെ ഇരിക്കുന്നുള്ളൂ അവിടെ. മുഴുവൻ സമയവും അദ്ദേഹം ഇടയ്ക്ക് വർത്താനം പറയും, ഇച്ചിരി വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും. ഫാസ്റ്റിങ്ങിലായിരുന്നു. മുഴുവൻ സമയവും ദൈവസാന്നിധ്യത്തിലിരിക്കുക, ദൈവത്തോട് സംസാരിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബോധ്യമാകും എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മൾ സാധാരണ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ പറയുന്ന വാക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കും. അത് ക്ലിയർ ആക്കാൻ, കുറച്ചുകൂടെ മനോഹരമാക്കാൻ, കുറച്ചുകൂടെ ആകർഷകമാക്കാൻ ഒക്കെയുള്ള അബോധപൂർവമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. പക്ഷെ ദൈവസന്നിധിയിൽ വേറൊന്നും ആരെയും ബോധിപ്പിക്കാനില്ലാതെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഒരു അനുഭവം, അത് ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ മനുഷ്യൻ ഒരു പ്രത്യേക തരത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, ദൈവശബ്ദം കേൾക്കാനായിട്ട്. അപ്പൊ അതൊരു പ്രത്യേക അനുഭവമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ വാക്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു വന്നപ്പം എനിക്ക് അതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഒരു പരിധി വരെ ആ കൂട്ടായ്മയിൽ ലഭിക്കാൻ ഇടയായി എന്ന് പറയുന്നതിൽ സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഈ വാക്യം തന്നെ, ഈ ചിന്ത തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെട്ടു. നമ്മൾ പലപ്പോഴും ഒരു ട്രഡീഷണൽ ചർച്ചിന്റെയോ ആരാധനയുടെയോ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊക്കെ എത്രയോ ഉപരിയാണ് ദൈവസാന്നിധ്യം വ്യക്തിപരമായിട്ട് അനുഭവിക്കുക എന്ന് പറയുന്നതും. ആ സ്വർഗീയ സിംഹാസനത്തിന് അടുത്തോട്ട് മറ്റുവിധം സാറ് സാധാരണ പറയാറുണ്ട്, അവിടെ കൃപാസനത്തോട് ആത്മാവിൽ ചെന്ന് ചേരുന്ന ഒരു പ്രാർത്ഥനയ്ക്കാണ് മൂർച്ചയുള്ളത്, ശക്തിയുള്ളത്, ജീവനുള്ളത്. അത്തരം ഒരു പ്രാർത്ഥനാനുഭവം അത് ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ ചിലപ്പോൾ നമുക്ക് ആ ഒരു അക്സസിബിലിറ്റി ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. ചിലപ്പോൾ ആത്മാവിൽ ആരാധിക്കുമ്പോഴായിരിക്കും. ഞാൻ ആത്മാവിൽ ആരാധിക്കുമ്പോഴെന്ന് പറയുമ്പോഴും ഒരു പ്രിക്കോഷൻ പറയട്ടെ. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു പാട്ട് പാടി രണ്ടാമത്തെ പാട്ട് പാടി അതിന്റെ ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഈ കൺവെൻഷൻ സീസണിലൊക്കെ കൺവെൻഷൻ സ്റ്റേജുകളിലെ പ്രൊഫഷണൽ പാട്ടുകാരുണ്ട്. അവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവസാന സമയത്ത് ഈ അടുത്ത സമയങ്ങളിലൊക്കെ അവർ കുറച്ച് അന്യഭാഷയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അതതിന്റെ ഭാഗമാണ്. ഞാൻ അതിന്റെ കാര്യമല്ല പറഞ്ഞത്. ആത്മാവിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആത്മാവിൽ ആ കൃപാസനത്തോട് അടുത്തു വരാൻ, ദൈവസന്നിധിയിൽ വസിക്കാൻ, എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് കർത്താവ് പറഞ്ഞ അനുഭവത്തിലേക്ക് വരാൻ. അതിന് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. ഞാൻ നിർത്തേണ്ട സമയത്ത് തോന്നുന്നു ഒരു സിഗ്നൽ തരണേ. ഞാൻ സാധാരണ പറയാറുണ്ട്, അധ്യാപകർക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവർക്ക് തുടങ്ങാനേ അറിയത്തുള്ളൂ, നിർത്താൻ അറിയത്തില്ല. ഈ ചില വാക്കുകൾ സിനോണിംസ് ഉണ്ട്, രണ്ടിനും ഏകദേശം ഒരേ അർത്ഥമാണ്. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഇംഗ്ലീഷിലെ വാക്കുകൾ പറയുമ്പോൾ ഞാൻ സാധാരണ ചിലപ്പം ഈ ഉദാഹരണം പറയാറുണ്ട്. ഈ കറക്റ്റ് എന്നുള്ള വാക്കും റൈറ്റ് എന്നുള്ള വാക്കും തമ്മിൽ എന്താ വ്യത്യാസം? ഇറ്റ് ലുക്സ് ഓൾമോസ്റ്റ് സിനോണിമസ്. നമ്മൾ പറയുക യു ആർ കറക്റ്റ് എന്ന് പറയുന്നതും യു ആർ റൈറ്റ് എന്ന് പറയുന്നതും ഏതാണ്ട് ഒന്ന് തന്നെയല്ലേ? ആണോ സ്റ്റീവേ? യു ആർ റൈറ്റ്, യു ആർ കറക്റ്റ്, ബോത്ത് ആർ ഓൾമോസ്റ്റ് സെയിം ഇൻ മീനിങ്. പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. അത് ഇംഗ്ലീഷിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമല്ല. ഇംഗ്ലീഷ് ഇസ് എ ഹെട്രോജീനിയസ് ലാംഗ്വേജ്.
എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരിക്കല് ഒരു വിദേശ രാജ്യത്ത് എവിടോ എയർപോർട്ടിൽ നിന്ന് ടാക്സിയിൽ അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിഞ്ഞപ്പം അതിന്റെ ഫെയർ $18-19 യൂറോയോ എന്തോ ആയിക്കോട്ടെ ആയിരുന്നു. അപ്പൊ ഡ്രൈവറോട് ഫെയർ ചോദിച്ചു. അയാൾ ഈ ഇത്രയും പറഞ്ഞു, $18-19 യൂറോ സംതിങ്. അപ്പൊ ഈ സ്നേഹിതൻ കറക്റ്റ് അത്രയും എമൗണ്ട് ഈ ടാക്സിക്കാരൻ്റെ കൊടുത്തപ്പം അയാളുടെ മുഖം തെളിഞ്ഞില്ല. ഹി വാസ് പുള്ളിങ് എ ലോങ് ഫേസ്. അപ്പൊ എൻ്റെ സ്നേഹിതൻ ഈ ടാക്സി ക്യാബ് ഡ്രൈവറോട് ചോദിച്ചു, ഇസ് ഇറ്റ് നോട്ട് കറക്റ്റ്? അപ്പൊ ഈ ഡ്രൈവർ പറഞ്ഞു, ഇറ്റ്സ് കറക്റ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് റൈറ്റ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എമൗണ്ട് കറക്റ്റാ, ഞാൻ ചോദിച്ച എമൗണ്ട് നിങ്ങൾ തന്നു, ബട്ട് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. സാധാരണ ആരും ഈ 18-19 വരുമ്പം അത്രയും കറക്റ്റായിട്ട് തരാറില്ല. റൗണ്ട് ചെയ്ത് 20 കൊടുക്കും. എന്താ നിങ്ങൾക്ക് ഒരു സംശയിച്ച് നിൽക്കുന്നത്, സന്തോഷമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിൽ അയാൾ ചോദിച്ചത്, ഇസ് ഇറ്റ് നോട്ട് കറക്റ്റ്? അപ്പൊ ഡ്രൈവർ പറഞ്ഞു, ഇറ്റ്സ് കറക്റ്റ്, ദ എമൗണ്ട് ഈസ് കറക്റ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് റൈറ്റ്. അപ്പൊ ഇയാൾ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു, വയനാട്ടിലെ ഒരു കോളേജിൽ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ വെച്ച് ആ സ്നേഹിതൻ ഞങ്ങളോട് പറഞ്ഞത്, എത്രയോ വർഷമായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, പക്ഷെ കറക്റ്റും റൈറ്റും തമ്മിൽ ഈ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്, എന്നിൽ വസിപ്പിൻ എന്ന് പറയുന്നതും ഈ വസിക്കുക എന്ന് പറയുന്നതും താമസിക്കുക എന്ന് പറയുന്നത് ഒരേ അർത്ഥമല്ലേ? നമ്മളവിടെ വീട്ടിലാണ് വസിക്കുന്നത്, അല്ലെ അവിടെ താമസിക്കുന്നത്. പക്ഷെ അതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട്. എ സ്ലൈറ്റ് ഡിഫറൻസ് ആൻഡ് ഇറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. നമ്മുടെ വീട്ടിലാകാം ഭൂരിപക്ഷം പേരും താമസിക്കുന്നത്, അല്ലേ? പക്ഷേ ചില കണക്കുകൾ പറയുന്നത് നിങ്ങൾ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും, മിക്കവാറും സമയം ഉണ്ടെങ്കിലും മാക്സിമം ഒരു 75% സമയം വരെ വീട്ടിലുള്ളൂ. ബാക്കി സമയം നിങ്ങൾ പുറത്തായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ പോകും. അപ്പം വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയുന്നതും ഈ വസിക്കുക എന്ന് പറയുന്ന വാക്കും താമസിക്കുക എന്ന് പറയുന്ന വാക്കും തമ്മിൽ ആ ചെറിയ വ്യത്യാസമുണ്ട്. വസിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ സമയം താമസിക്കുന്ന കാര്യം. ഈ ഞാൻ പറഞ്ഞല്ലോ, ടോട്ടൽ ടൈമിന്റെ ഒരു നല്ല ശതമാനം താമസിക്കുന്നുണ്ട്. പല വിശ്വാസികളും അങ്ങനെ അവരുടെ ജീവിതത്തിലെ ഒരു നല്ല സമയം ദൈവസന്നിധിയിൽ അവർ ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണ സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കാൻ സാധാരണ എല്ലാ കൂട്ടായ്മകൾക്കും അവർ സംബന്ധിക്കുന്നുണ്ടായിരിക്കും. അവർ എല്ലാ ചർച്ചയായിരിക്കും. ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നവരല്ല അവര്, കുഴപ്പക്കാരൊന്നുമല്ല, അവർ അനാത്മീയരും ഒന്നുമല്ല. പക്ഷെ നമ്മൾ പറയുന്ന അതിനേക്കാൾ ഉയർന്ന ഒരു പടിയുടെ കാര്യമാണ് കർത്താവിൽ പൂർണ്ണസമയം വസിക്കുന്നതിനെ കുറിച്ച്. ഒരു സെക്യുലർ ടൈമും ഒരു സ്പിരിച്വൽ ടൈമും എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഒരു യഥാർത്ഥ ദൈവത്തിൽ നമ്മളത് അറ്റൈൻ ചെയ്തിട്ടൊന്നും പറയല്ല. അപ്പോസ്തലൻ പറയുന്ന പോലെ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. നമ്മുടെ ഏതാണ്ട് അറ്റൈനബിൾ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡാണത്, ഒരു എയിമാണത്. പക്ഷേ നമുക്കൊരു സ്പിരിച്വൽ ടൈമോ ഒരു സെക്യുലർ ടൈമോ വ്യത്യസ്തമായിട്ടുണ്ടാകാൻ പാടില്ല. നമ്മുടെ ടൈം എല്ലാം കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്, ഡിഫറെന്റ് ദാൻ ജസ്റ്റ് ലീഡിങ് എ റിലീജിയസ് ലൈഫ്. റിലീജിയസ് ലൈഫ് നയിക്കുന്നവർക്ക് ഒരു കൂട്ടായ്മ ഒരു മുടക്കത്തില്ല. കൂടെ മുഴുവൻ സമയം ഈ മുഴുവൻ മീറ്റിങ്ങിലും പങ്കെടുക്കുന്നതൊന്നും ദൈവപ്രസാദത്തിനായിട്ട് ചെയ്യുന്നതാണെന്ന് ഉറപ്പിക്കാൻ കഴിയത്തില്ല. ഈ പത്രോസിനോട് കർത്താവ് പറഞ്ഞല്ലോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതാണ് അന്വേഷിക്കുന്നത്. ആ വാക്യം നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ ദൃഷ്ടി സേവ എന്ന് പറയുന്ന ഒരു കാര്യം, ഐ സർവീസ്. നമുക്ക് സമയമില്ല, ഞാൻ അതിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞു പോയാൽ. ഞാൻ ഇപ്പൊ സാധാരണ പലയിടത്ത് ഷെയർ ചെയ്ത ഒരു ഉദാഹരണമുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനോടൊപ്പം ആ ട്രിനിറ്റി. യോഹന്നാൻ എന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ അതാ കാണുന്നത്. ഞങ്ങൾ വന്ന് അവന്റെ അടുക്കൽ അവനോടുകൂടെ വാസം ചെയ്യുമെന്നുള്ള ഒരു വാക്യം പരിചയമുള്ള വാക്യമല്ലേ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ദൈവിക തൃത്വം വന്ന് അവനോടൊപ്പം നിങ്ങളോടൊപ്പം വാസം ചെയ്യും. വിൽ കം ആൻഡ് ലിവ് വിത്ത് ഹിം എന്നാ, വി വിൽ കം. പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് വന്ന് നമ്മോടൊപ്പം വാസം ചെയ്യുന്ന സഹവാസത്തിന്റെ ഫലം എന്താണ്? ആ ദൈവസാന്നിധ്യം നിരന്തരം അനുഭവിക്കുന്നതിന്റെ ഫലം എന്താണ്?
അത് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ക്രിസ്തുവേശുവിന്റെ ഭാവം, ആ ക്യാരക്ടർ നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്നവന്റെ ഉള്ളിൽ ആ ദൈവിക സ്വഭാവം ഉണ്ടാവും. അത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നത്. ഒരുമിച്ച് നിരന്തരം സഹവസിക്കുന്ന ആളുകൾക്ക് അവരുടെ രൂപവും ഭാവവും ഈവൻ ശബ്ദം പോലും അതുപോലെ ആവുമെന്ന് പറയാറുണ്ടല്ലോ. അതിനകത്ത് കുറച്ചൊക്കെ കാര്യമുണ്ട് അല്ലേ? അതുകൊണ്ടാണല്ലോ നിന്റെ ശബ്ദം, നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കുന്നു എന്ന് കർത്താവിനെ ക്രൂശിക്കാനായിട്ട് കൊണ്ടുപോകുന്ന ആ സമയത്തോട് ചേർന്ന് ശിഷ്യന്മാരോട് പറയുന്നത്, പത്രോസിനോട് അല്ലേ? ആ ആ ആ താതാത്മ്യപ്പെടൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അവർ നിരന്തരം ദൈവശബ്ദം കേൾക്കുന്നതിന്റെ ഒരു ഫലമാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എവിടെയൊക്കെ ചില ഇടങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ചില ചെറുപ്പക്കാര് വാഹനങ്ങളിലൊക്കെ ഇരുന്ന് ഇയർഫോണും ഒക്കെ വെച്ച് അവർ തന്നെ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന കാണാം. തലയാട്ടുക, തന്നെ ചിരിക്കുക. നമുക്കൊന്നും അവർക്ക് വാട്ടാന്ന് വിചാരിക്കും. പക്ഷെ അവർ തലയാട്ടുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാര്യം, ദൈ ഹിയർ വാട്ട് വി ഡോണ്ട് ഹിയർ. നമ്മൾ കേൾക്കാത്തതെല്ലാം അവർ കേൾക്കുന്നുണ്ട്. അത് കേട്ടോണ്ട് അവർ ചിരിക്കുന്നു, അത് കേട്ടോ അവർ തലയാട്ടുന്നു. നമ്മളത് കേൾക്കുന്നില്ലല്ലോ. അപ്പോ നിരന്തരമായി ദൈവശബ്ദം കേൾക്കുന്ന ഒരു അനുഭവം നിരന്തരമായി കർത്താവിനോട് കൂടെ വസിക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. വചനധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ദൈവസന്നിധിയിൽ മെഡിറ്റേഷനിൽ സമയം ചെലവഴിക്കുന്നതിലൂടെ. അങ്ങനൊരു കാര്യമേ നമുക്ക് കാലങ്ങളായിട്ട് ഇല്ല. നമുക്കത് മനസ്സിലാകത്തില്ല. എങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് വന്നു, അവിടെ ഓരോരുത്തരും ദൈവത്തോട് ഹൃദയം പകർന്ന് സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബോറിംഗ് ആയിട്ട് ചിലപ്പോൾ തോന്നും അല്ലേ? പക്ഷെ അതിന്റെ മഹത്വവും മനോഹാരിതയും എക്സ്പീരിയൻസ് ചെയ്യണം. അവിടെ ഒരാളും ഉറക്കെ പാടുന്നില്ല, ഒരാളും ഉറക്കെ പ്രാർത്ഥിക്കുന്നില്ല. ദൈവസാന്നിധിയിൽ കുറ്റമേറ്റു പറയുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ മനോഹാരിതയെ ധ്യാനിക്കുകയും അവന് നന്ദി പറയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ദൈവശബ്ദത്തിനായിട്ട് കാതോർക്കുക, ഹൃദയ കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാനിരിക്കുക. അത്തരമൊരു ഉയർന്ന ആത്മീയ നിലവാരത്തിലേക്ക്, എക്സ്പീരിയൻസിലേക്ക് കടക്കുമ്പോൾ, ഇപ്പൊ ദാനിയേലും കൂട്ടരും അവര് ദൈവശബ്ദം കേൾക്കുന്നവരായിരുന്നു. പ്രതിസന്ധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കൂട്ടുകാരെ ക്ഷണിക്കുന്ന ആളായിരുന്നു ദാനിയേൽ. യേശുവിൽ നമ്മൾ കാണുന്ന സ്വഭാവങ്ങൾ, ആറ്റിറ്റ്യൂഡ് ഒക്കെ നമ്മളിൽ പകരണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് നമുക്ക് കഴിയണം. യേശുവിന്റെ കമ്പാഷൻ, യേശുവിന്റെ താഴ്മ, യേശു തന്നെത്താൻ ഒഴിച്ചത് നമ്മൾ വായിക്കുന്നത് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നാണ് അല്ലേ? ഹി ഗേവ് അപ്പ് സംതിങ്. വിശ്വാസികളായ ആളുകൾക്ക് എന്തൊക്കെ ഗിവ് അപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞു, എന്തൊക്കെ എംപ്റ്റി ചെയ്യാനായിട്ട് കഴിഞ്ഞു, വാട്ട് ഓൾ തിങ്സ് ഡിഡ് ബി ഗിവ് അപ്പ് എന്ന് ദൈവസന്നിധിയിൽ താണിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ആണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുന്നത്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച, എല്ലാ വ്യാഴാഴ്ചകളും മനുപാസ്റ്ററുടെ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ. മനുപാസ്റ്ററുടെ മീറ്റിങ്ങിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നിങ്ങൾക്ക് ഞാൻ പേര് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരാളെ സംബന്ധിച്ചിരുന്നു. ഞാനോർത്ത് ഇദ്ദേഹം എന്താ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാൻ കാരണം. അന്ന് മീറ്റിങ്ങിൽ സംസാരിച്ച പാസ്റ്ററും മനുപാസ്റ്ററും പറഞ്ഞു, ഞങ്ങൾക്ക് പണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തോടായിരുന്നു ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും. 100 പ്രാവശ്യത്തിലധികം, 100 പ്രാവശ്യത്തിലധികം. പക്ഷെ ഇപ്പം പെന്തക്കോസ്തിലുള്ള ആളുകളെയൊക്കെ തിരിച്ച് ഓർത്തഡോക്സിലോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുക്കുക, തലമുടിയും മുടിയും ഒക്കെ നീട്ടി വളർത്തി. ഇപ്പൊ ആളെ പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും. 100 പ്രാവശ്യത്തിലധികം ബൈബിൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ 100 പ്രാവശ്യത്തിലധികം ബൈബിൾ വായിക്കുന്നതോ നമ്മുടെ തിയോളജിയുടെ ആഴമോ ഒന്നുമല്ല. ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ച് ആ ദൈവീക സ്വഭാവം, ആ ഡിവൈൻ ആറ്റിറ്റ്യൂഡ്, അത് നമ്മൾ എത്രമാത്രം പകർന്നിട്ടുണ്ടെന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്ത് ക്വാളിറ്റിയാണ് ലോകം നമ്മളിൽ കാണുന്നത്, നമ്മുടെ ചുറ്റുപാടുള്ളവരും. സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഒരു ഭക്തനായ ദേവദാസൻ പറഞ്ഞത്, നിങ്ങൾ സുവിശേഷം അറിയിക്കണം, ഇഫ് നെസസറി യൂസ് വേർഡ്സ് എന്ന്. വാക്കുകൾ അത്യാവശ്യമായിട്ട് പറഞ്ഞാൽ മതി. അത് കർത്താവിനോട് ചേർന്നിരിക്കുന്നവരുടെ, മോശ ദൈവസന്നിധിയിൽ ഇറങ്ങി വന്നപ്പം ത്വക്ക് പ്രകാശിച്ചതുപോലെ ആ ഒരു പ്രകാശം ലഭിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജയിക്കിനെ നോക്കുന്നുണ്ടായിരുന്നു. ആ മുഖമൊക്കെ, താടിയും ഒക്കെ വളർന്ന്, തലമുടിയൊക്കെ വളർന്നായിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടുന്ന് കാണും മുടിയൊക്കെ വെട്ടിച്ചിട്ട് പോകുന്നു. അതൊന്നും ചെയ്തില്ല, അതൊന്നും പുള്ളി ശ്രദ്ധിക്കാറില്ല. പക്ഷെ മുഖത്ത് ഒരു ദൈവ തേജസ് അത് കാണാനായിട്ട് കഴിയുമായിരുന്നു. നമ്മൾ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചില
പ്രവൃത്തികളുണ്ട്. അത് നമ്മുടെ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് കർത്താവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ടുപോകുമോ? പിശാച് ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നൊരു വാക്യമാണ്. ഈ നിർമ്മലതയും ഏകാഗ്രതയും ഉള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ എന്ന് ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തില് അവിടെ ഒരു പെൺകുട്ടിയുടെ മരണത്തിൽ ആളുകളൊക്കെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. 36-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നുണ്ട്. യോപ്പയിൽ ഒരു പെൺകുട്ടിയുള്ള പേര് തബീഥ എന്നാണ്. പേടമാൻ എന്നർത്ഥമുള്ള തബീഥ എന്നൊരു ശിഷ്യ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് താഴോട്ട് നമ്മൾ വായിക്കുമ്പം അവിടെ വരുമ്പം ആളുകൾ അവൾ മരിച്ചതിൽ ദുഃഖിച്ച് കരയുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീഥ തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവനെ ചുറ്റും നിന്നു എന്നൊക്കെ വായിക്കും. അവളെ കുറിച്ച് ആദ്യത്തെ ആ ഭാഗത്ത് വായിക്കുന്നത് അവള് ഒരുപാട് സൽപ്രവൃത്തികൾ ധർമ്മങ്ങൾ ചെയ്തു പോന്നവളായിരുന്നു എന്ന് വായിക്കുന്നുണ്ട് 36-ാമത്തെ വാക്യത്തിൽ. അവൾ ചെയ്ത ഈ സൽപ്രവൃത്തികളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് അവര് കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, അവള് തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് ചുറ്റും നിന്നു. ഈ കുപ്പായങ്ങളും ഉടുപ്പുകളും ഒക്കെ അവൾക്ക് വേണ്ടി തന്നെ തുന്നിയതാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഈ കൊച്ചു കൊച്ചു പ്രവൃത്തി അതൊരു വലിയ ഒരു സൽപ്രവൃത്തിയാണോ എന്ന് അറിഞ്ഞുകൂടാ. അവൾ കൊച്ചു കുപ്പായങ്ങളും ഉടുപ്പുകളും ഒക്കെ തുന്നിയത് മറ്റുള്ളവർക്ക് വേണ്ടിയാകാം. ഈ കൊച്ചു പ്രവൃത്തി പോലും ദൈവത്തിന്റെ വചനത്തിൽ അവിടെ എടുത്ത് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. വേർപാടിൽ ദുഃഖിക്കുന്നവരത് പറയും. ഞാൻ ഈ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യേക കാരണം കൊണ്ടുണ്ട്. അവിടെ എല്ലാം കാണുന്ന ഒരു പ്രത്യേക പ്രൊസീജിയർ ഉണ്ട്. അതായത് അവിടെ ഒരു വലിയ ഉയർപ്പ് നടക്കുന്നു, ആ പെൺകുട്ടിയെ ഉയർപ്പിക്കുന്നു. പക്ഷെ അതിനു മുമ്പ് അവിടെ ഒരു കരച്ചിലുണ്ട്, അല്ലേ? കൂടി വന്നവരും തീർച്ചയായിട്ടും അവിടെ വന്ന ദൈവദാസനും പത്രോസും ആ ഹൃദയം നുറങ്ങി കരഞ്ഞു കാണും. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. മൂന്നാമത്തേത് വിശ്വാസത്തിന്റെ ഒരു ആജ്ഞയാണ്, ഒരു കമാൻഡാണ്. തബീഥയെ എഴുന്നേൽക്കുക, അല്ലേ? ഇത് കർത്താവ് അതുപോലെ തന്നെ ചെയ്തു. ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്നപ്പോ ലാസറിനെ ഉയർപ്പിക്കാൻ കർത്താവിന് കഴിയുമെന്നും തൊട്ടടുത്ത ഭാവിയിൽ ലാസർ ഉയർത്തുമെന്നും ഒക്കെ ആ തന്റെ പരമജ്ഞാനത്തിൽ ദൈവത്തിന് അറിയാം. പക്ഷെ എങ്കിലും കർത്താവ് അവിടെ കരഞ്ഞു, കണ്ണുനീർ വാർത്തു എന്നാ വായിക്കുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു. പിന്നെ ലാസറെ പുറത്തു വരിക എന്ന് ആജ്ഞാപിച്ചു. ഇപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കൊച്ചു കാര്യങ്ങളായിട്ട് തോന്നാം. ഹൃദയനുറുക്കത്തോടെ കരയുന്നതും പ്രാർത്ഥിക്കുന്നതും പിന്നെ ദൈവിക അധികാരത്തിൽ ആജ്ഞ പുറപ്പെടുവിക്കുന്നതും. അധികാരത്തോടെ ആജ്ഞാപിക്കാൻ ദൈവത്തിന്റെ ജനത്തിന് ദൈവം അധികാരം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ദൈവത്തിന്റെ സ്തോത്രം. സീമിംഗ്ലി ഇൻസിഗ്നിഫിക്കന്റ് ഇവള് തുന്നിയ കൊച്ചു ഉടുപ്പുകളുടെ കാര്യം അവിടെ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുക. ബട്ട് ഗോഡ് കൗണ്ട്സ് ഈവൻ അവർ സ്മോൾ എഫേർട്സ്. കൊച്ചു നമ്മുടെ എഫേർട്സ് പോലും ജീവിതവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഏകാഗ്രതയും നിർമ്മലതയും ഉണ്ടെങ്കിൽ, പത്രോസ് അവിടെ എത്തിയപ്പോൾ കണ്ട കാര്യം കരച്ചിലാണ്. ചേർന്ന് കരഞ്ഞു കാണണം, പ്രാർത്ഥിച്ചു, വിധവമാർ കരയുന്നത് കണ്ടു. കർത്താവും യോഹന്നാന്റെ സുവിശേഷം 11:32 നമ്മൾ കാണുന്നത് ലാസറിന്റെ അടുത്തെത്തി യേശു ഉള്ളം നൊന്തു കരഞ്ഞു, പ്രാർത്ഥിച്ചു. എന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. കരച്ചിൽ ആവശ്യമാണ്, പ്രാർത്ഥന ആവശ്യമാണ്, ദൈവീക അധികാരത്തിലുള്ള കൽപ്പനയും ആവശ്യമാണ്. ഇതിനെല്ലാം പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ കർത്താവിനോട് ചേർന്ന് വസിക്കുന്നവർക്ക് ഉള്ളിൽ ലഭിക്കുന്ന ഒരു ധൈര്യമുണ്ട്, വിശ്വാസമുണ്ട്. നമ്മൾ ആ വിശ്വാസത്തിന്റെ പാതയിൽ വളരെ തുടക്കക്കാരാണ് എന്നാണ് എൻ്റെ ചിന്ത. നമ്മൾ എത്രയോ കൂടുതൽ വളരാൻ. ഞാൻ ഞങ്ങളുടെ കൊച്ചൊരു മീറ്റിംഗ് ചിലപ്പം മുട്ടുമണിലെ ഓഫീസിൽ നടക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞ 2-3 പ്രാവശ്യത്തിന് മുമ്പ് മാത്യു തോമസ് സാറ് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ സങ്കീർത്തനം 55:22 വാക്യം ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണ്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്യമാണ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. സാറ് പറയാണ്, എത്രയോ കാലമായി പ്രാർത്ഥിക്കുകയും ആത്മീയ ജീവിതം നയിക്കുകയും ചെയ്യുന്നു, എനിക്കിതുവരെ എൻ്റെ ഭാരം യഹോവയുടെ മേൽ വെക്കാൻ പറ്റിയിട്ടില്ല.
എല്ലാവരും നിസ്സാരമായിട്ട് എടുത്തു. അപ്പം ഓരോരുത്തരും സ്വന്തം കാര്യം തിരിഞ്ഞു നോക്കിയപ്പോഴേ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ മിക്കവാറും ഭാരം തന്നെ വഹിക്കുന്നവരാ. ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളാൻ കർത്താവ് പറഞ്ഞു. ഈ കേട്ട് പഴകിയ ഒരു ഉദാഹരണം ഉണ്ടല്ലോ. ആരോ വല്യമ്മച്ചിയെ പാണ്ടക്കെട്ടും തലയെ വെച്ചുകൊണ്ട് നടന്ന വല്യമ്മച്ചിയെ വിളിച്ച് വണ്ടിയെ കയറ്റി പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ വല്യമ്മച്ചി കൊണ്ടുവന്ന പാണ്ടക്കെട്ട് തലയെ തന്നെ വെച്ചിട്ടുണ്ട്. എന്തോ അമ്മച്ചി ഇത് താത്തു വെക്കാത്തെന്ന് ചോദിച്ചപ്പം, മോൻ എന്നെ വണ്ടിയെ കയറ്റില്ല, ഇനി കെട്ടൂടെ വെക്കണ്ടല്ലോ എന്ന് വെച്ച് തലയെ വെച്ചിരിക്കാന്ന് പറഞ്ഞ അതേ രീതിയിലാണ് ദൈവസന്നിധിയിൽ വരികയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഭാരം അവിടെ തന്നെയുണ്ട്. ഭാരം ഇറക്കി വെക്കാൻ ഇതുവരെയും നമുക്ക് ശരിക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്ന് പറയുന്ന ആ ഫേമസ് ആയിട്ടുള്ള കോറസിൽ ഒരു സ്റ്റാൻസ ഉണ്ട്. വാട്ട് നീഡ്ലെസ് പെയിൻ വി ബെയർ ഓൾ ബിക്കോസ് വി ഡു നോട്ട് ക്യാരി എവറിഥിങ് ടു ഗോഡ് ഇൻ പ്രയർ. നമ്മൾ പ്രാർത്ഥനയെ കൊണ്ടുവരുന്നുണ്ടായിരിക്കാം, വി ബ്രിങ് എവറിഥിങ് ഇൻ പ്രയർ ടു ഗോഡ്, പക്ഷേ നമ്മുടെ ഭാരം ഇറക്കി വെക്കാൻ കഴിയാറില്ല. ഭാരം പിന്നെ അവിടെ ഇരിക്കുക. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടിയെന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ പൂർണ്ണമായിട്ട് ഭാരം ഇറക്കി വെക്കാൻ അവന്റെ സന്നിധി മതിയായതാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ ആ കൃപാസനത്തോട് ചേർന്ന് അടുത്തു വന്നിട്ട് നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ആ തിരുസന്നിധിയിൽ ഇറക്കി വെക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം, അതിനുള്ള ഒരു അവകാശം ദൈവത്തിന്റെ ജനത്തിന് ദൈവം തന്നിരിക്കുന്ന ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിനാണ് ആ ഫെയ്ത്ത് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നമ്മള് ആ വിശ്വാസത്തെ കർത്താവ് എത്ര കാര്യമായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആളുകളെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അവരുടെ സാധാരണ നമ്മൾ പറയുന്ന പോലെ അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ശബ്ദം, അവരുടെ ഭാഷ, അവരുടെ അറിവ്, അവരുടെ ധനം, ഇങ്ങനെ ലോകത്തിൽ വിലയുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് സാധാരണ ആളുകളൊക്കെ വില കൊടുക്കുന്നത്. എന്നാൽ ദൈവം വ്യത്യസ്തമായ കാര്യങ്ങളെ കാണുന്നത്. നമ്മൾ വലുതായിട്ട് കാണുന്ന പല കാര്യങ്ങൾക്കും ദൈവസന്നിധിയിൽ ഒരു വിലയുമില്ല. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഉദാഹരണമാണ്, നമ്മൾ പ്ലെയിനിലൊക്കെ ആകാശത്തിൽ മുകളിലോട്ട് കയറി പോകുമ്പം എത്ര മുകളിലോട്ട് പോകുന്നു അത്രയും താഴെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് തോന്നുന്നു. അത് ആത്മീയ ജീവിതത്തിലും സത്യമാണ്. നമ്മൾ ആത്മീയമായി വളരുകയും ഉയരുകയും ചെയ്യുമ്പോൾ താഴെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് നമുക്ക് തോന്നും. എന്താണ് റിയലി ഇമ്പോർട്ടൻറ്റ്? സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും എന്ന് തുടങ്ങുന്ന ഒരു വാക്യമുണ്ട്. ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്താണ് എന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് ആത്മീയ വിവേചനത്തിന്റെ, ആത്മീയ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ കർത്താവ് ആളുകളെ കാണുമ്പം നമ്മിലെ വിശ്വാസം എത്രയുണ്ട്, അത് നിർമ്മലമാണോ, ഏകാഗ്രമായിട്ടുള്ളതാണോ എന്നൊക്കെ കർത്താവ് നോക്കുന്നുണ്ട്. നമ്മൾ വിലപ്പെട്ടതായിട്ട് കാണുന്ന കാര്യങ്ങൾക്കൊന്നും അല്ല അവിടെ വിലയുള്ളൂ. ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ട്. ഒന്ന് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ആ വാക്യം ഒന്ന് വായിക്കാൻ, ഒരു വാക്യമെങ്കിലും വായിപ്പിക്കണമല്ലോ. മത്തായിയുടെ സുവിശേഷം 8:10. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു, പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, മതി. യേശു അതിശയിച്ചു. എക്കോ വരുന്ന പോലെ മാറിയത്. യേശു അതിശയിച്ചു. ജീസസ് വാസ് അമേസ്ഡ്. സാധാരണ യേശുവിന്റെ ഉപദേശത്തിൽ, യേശുവിന്റെ ജീവിതത്തെ കണ്ട്, യേശുവിന്റെ അധികാരം കണ്ട് ആളുകൾ അതിശയിച്ചിട്ടുണ്ട്. ഗ്രാമത്തിലായാലും ദേവാലയത്തിൽ ചെന്നപ്പോഴും എല്ലാം യേശുവിന്റെ ഓരോ പ്രവൃത്തിയും ആളുകളെ അതിശയിപ്പിച്ചിട്ടുണ്ട്. ഇന്നും യേശുവിന്റെ പ്രവൃത്തി അത്ഭുതകരമാണ്. നമ്മൾ തിരിഞ്ഞ് പുറകോട്ട് നോക്കിയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ അത് ധ്യാനിക്കാമെങ്കിൽ മനസ്സിലാവും. അതെല്ലാം ഈച്ച് വൺ ഈസ് എ ഗ്രേറ്റ് മിറക്കിൾ. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിലൊക്കെ ദൈവം ചെയ്ത കാര്യങ്ങളൊക്കെ അത്ഭുതമാണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അതോ ഇതെല്ലാം സ്വാഭാവികമായിട്ട് നടന്നു എന്നാണോ ചിന്തിക്കുന്നത്? They were all miracles. എല്ലാം അത്ഭുതമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസന്റെ സാക്ഷ്യം കേട്ടു. ഗുജറാത്തിലെങ്ങാണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഹിന്ദു കൺവേർട്ട് ദേവദാസന്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൊച്ചിലെ മുതൽ, രക്ഷിക്കപ്പെട്ട സമയം മുതൽ നടന്ന കാര്യങ്ങളെല്ലാം മഹാത്ഭുതങ്ങളാണ്. ഇത് ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങളാണ്. യേശുവിന്റെ ജീവിതം കണ്ട്, യേശുവിന്റെ ഉപദേശം കേട്ട്, യേശുവിന്റെ അധികാരം കണ്ട്
അവന്റെ വാക്കുകളിൽ ആളുകൾ വിസ്മയിച്ചു. പക്ഷെ ഇവിടെ പറയുന്നത് ഈ ശതാധിപന്റെ വിശ്വാസം കണ്ട് യേശു അതിശയിച്ചു. ജീസസ് വാസ് അമേസ്ഡ്. യേശു അതിശയിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമേ കാണുന്നുള്ളൂ. കനാന്യ സ്ത്രീയുടെ വിശ്വാസം വലിയതെന്ന് യേശു പറയുന്നുണ്ട്. പക്ഷെ സെഞ്ചൂറിയന്റെ വിശ്വാസം കണ്ട് മാത്രമേ യേശു പറയുന്നുള്ളൂ യേശു അതിശയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. പിന്നെ യേശു അതിശയിച്ചു എന്ന് വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലാണ്. എടുക്കണ്ട, അവിടെ തന്റെ പിതൃഭവൻ നഗരത്തിലെ ആളുകളുടെ അവിശ്വാസമാണ് യേശുവിനെ അതിശയിപ്പിച്ചത്. അപ്പൊ യേശു അതിശയിച്ചു എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങൾ ബൈബിളിലുള്ളത്. ഒന്ന് ഒരാളുടെ വിശ്വാസം കണ്ടു, മറ്റൊന്ന് പിതൃനഗരത്തിലെ ആളുകളുടെ അവിശ്വാസം കണ്ടു. അപ്പൊ യേശുവിന് അത്ഭുതം തോന്നിയത് ഈ വിശ്വാസവും അവിശ്വാസവും. വേറെ കാര്യങ്ങളൊന്നും യേശുവിനെ അതിശയിപ്പിച്ചു. ജീസസ് വാസ് അമേസ്ഡ് എന്ന് പറഞ്ഞൊന്നും കാണുന്നില്ല. കനാന്യ സ്ത്രീയോട് നിന്റെ വിശ്വാസം വലിയതെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ യേശു അതിശയിച്ചു. ശതാധിപന്റെ വിശ്വാസം. ഞാൻ നമ്മുടെ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ശതാധിപൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പട്ടാളത്തിൽ ആർമിയിലായാലും നേവിയിലായാലും എയർഫോഴ്സിലായാലും ഒരു ഓർഡർ ഉണ്ട്. അവിടുത്തെ ഒരു അധികാര ശ്രേണിയുണ്ട്. നിങ്ങൾ ഏത് അധികാര ശ്രേണിയുടെ കീഴിലാണോ നിങ്ങൾക്കറിയാം നിങ്ങളുടെ താഴെ ആരാണോ. ആ ആളോട് നിങ്ങൾ ഒന്ന് ഓർഡർ ഇട്ടാൽ, പ്രത്യേകിച്ച് പട്ടാളത്തിൽ, സർക്കാർ സർവീസിൽ പോലും അങ്ങനെ, പിന്നെ പട്ടാളത്തിലെ കാര്യം പറയണം. അവിടെ ഒരു ഓർഡർ ഇട്ടാൽ അത് ചെയ്തിരിക്കും. അതിന് പിന്നെ അപ്പീലൊന്നുമില്ല, ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അങ്ങന്റെ വീട്ടിൽ വരണ്ട. ഒന്നാമത് ഞാനതിന് യോഗ്യനല്ല, അതൊരു കാര്യം. രണ്ടാമത് അതിന്റെ ആവശ്യമില്ലല്ലോ. സ്പീക്ക് ദൈ വേർഡ് ആൻഡ് മൈ സെർവന്റ് ഷാൽ ബി ഹീൽഡ് എന്നാ പറയുന്നത്. സ്പീക്ക് ദൈ വേർഡ്. അങ്ങനെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതിയല്ലോ, ഓർഡർ ഇട്ടാൽ മതിയല്ലോ. അത് ഈ എന്റെ പ്രശ്നത്തിന് അത് മനസ്സിലാവും. എന്റെ പ്രശ്നം അതിനെ അനുസരിക്കും. എന്റെ കീഴിലുള്ള ജീവനക്കാര് ഞാൻ ഓർഡർ ഇട്ടാൽ ഉടനെ അനുസരിക്കുമല്ലോ. അതുകൊണ്ട് അങ്ങ് വരുന്നതിന്റെ കുഴപ്പം കൊണ്ടല്ല, ഞാൻ അവിടെ വന്നവനെ സൗഖ്യമാക്കുമെന്ന് യേശു അങ്ങോട്ട് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വെൽക്കം ചെയ്യേണ്ടത്. പക്ഷെ അതിനു പകരം സെഞ്ചൂറിയൻ പറയുന്നത്, ഒന്നാമത് കർത്താവെ എന്റെ വീട്ടിൽ എന്റെ പുരയ്ക്കകത്ത് അങ്ങ് വരാൻ ഞാൻ യോഗ്യനല്ല. രണ്ടാമത് അതിന്റെ ആവശ്യമില്ല. സ്പീക്ക് ദൈ വേർഡ് ആൻഡ് മൈ സെർവന്റ് വിൽ ബി ഹീൽഡ്. അപ്പൊ അവന്റെ വിശ്വാസം അത്രയ്ക്ക് വലിയതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട പിതൃനഗരം അവരുടെ അവിശ്വാസം കർത്താവിനെ അത്ഭുതപ്പെടുത്തി. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട മത്തായിയുടെ സുവിശേഷം 17:21 നമ്മൾ കാണുന്നത്, ഇഫ് യു ഹാവ് ഫെയ്ത്ത് ദ സൈസ് ഓഫ് എ മസ്റ്റർഡ് സീഡ് യു വിൽ സേ ടു ദ മൗണ്ടൻ. അതിന്റെ അർത്ഥം, when we have faith we will start saying words of faith. നമുക്ക് വിശ്വാസം വരുമ്പം വിശ്വാസത്തിന്റെ വാക്കുകൾ ഉച്ചരിച്ച് തുടങ്ങും. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മൾ അറിയാതൊക്കെ പറഞ്ഞു പോകും ചിലപ്പം. പക്ഷെ ഒരു കാരണവശാലും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ ആരോടും പറയാതിരിക്കുന്നതല്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട്. പോസിറ്റീവ് അവരെ കുറിച്ച് പറയുമ്പോൾ, അവരോട് സുഖാന്വേഷണം നടത്തുമ്പോൾ ഒന്നും ഒരു നെഗറ്റീവ് വാക്ക് പറയരുത്. വിശ്വാസത്തിന്റെ വാക്കുകൾ മാത്രം പറഞ്ഞ് ശീലിക്കുക. കാരണം നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞാനിവിടെ വീട്ടിൽ പലപ്പോഴും പറയാറുണ്ട്, അങ്ങനെ തന്നെ പറയുന്നത്, ഒരു നെഗറ്റീവ് ടോൺ വരുന്ന രീതിയിൽ ഒരു വാക്കും പറയാതിരിക്കുക. ഈ വിശ്വാസം വരുമ്പോൾ, ഇവിടെ 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, ഇഫ് യു ഹാവ് ഫെയ്ത്ത് ദ സൈസ് ഓഫ് എ മസ്റ്റർഡ് സീഡ് യു വിൽ സേ ടു ദ മൗണ്ടൻ മൂവ് ഫ്രം ഹിയർ. അപ്പോ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ വരുന്ന സ്വാഭാവികമായ ഒരു കാര്യമാണ് പർവ്വതത്തോട് ആജ്ഞാപിക്കുമെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അത് രോഗം വരുമ്പം അസ്വസ്ഥരാകുന്നത് പോലെ, ദാഹം വരുമ്പം വെള്ളത്തിനായിട്ട് ആഗ്രഹിക്കുന്ന പോലെ ഒക്കെ ഒരു നാച്ചുറൽ പ്രക്രിയ ഈ ഓർഡർ ചെയ്യാന്നുള്ളത്. ഞാൻ മുമ്പേ പറഞ്ഞ 2 ഉദാഹരണങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രതിസന്ധിയുടെ, ഒരു മരണത്തിന്റെ വക്കിൽ വന്നപ്പോൾ പത്രോസ് ചെയ്ത ആ കാര്യം, കർത്താവ് ചെയ്ത കാര്യം, കരച്ചിലും പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് വിശ്വാസത്തിന്റെ ഒരു വാക്ക്, ഒരു ഓർഡർ ആയിരുന്നു. സോ ഇഫ് യു ഹാവ് ഫെയ്ത്ത് the size of a mustard seed you will tell the mountain to move from here. ആ തരത്തിൽ ആജ്ഞാപിക്കാനുള്ള ഒരു ശക്തി, അതിനുള്ള ഒരു ജീവൻ
അതിനുള്ള ഒരു പ്രേരണ വിശ്വാസത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പറഞ്ഞു വന്നത് കൂടെ വസിക്കുന്നതിനെ പറ്റിയാണ്. അവിടുന്നൊക്കെ കുറെ ദൂരെ പോയി ഇപ്പോൾ. എന്നാലും വീണ്ടും അങ്ങോട്ട് മടങ്ങി വരട്ടെ. കർത്താവിനോട് കൂടെ വസിക്കുക. എബ്രായ ലേഖനം 4:16 നമ്മൾ വായിക്കുന്നത് തക്ക സമയത്ത് തൽസമയത്ത് കൃപ പ്രാപിപ്പാൻ കൃപാസനത്തോട് അടുത്തു വരാനാണ്. ആ കൃപാസനത്തോട് അടുത്തു വരാൻ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പാട്ട് പാടി, ഒരു വാക്യം വായിച്ച്, ഒരു പ്രസംഗം കേട്ട്, ഒരു ആശീർവാദം പറഞ്ഞ് പോകുമ്പോൾ ലഭിക്കുന്നതല്ല. കിട്ടുമായിരിക്കും, കുറച്ചൊക്കെ നമ്മൾ അതിനടുത്ത് വരുമായിരിക്കും. പക്ഷേ വ്യക്തിപരമായ കൃപാസനത്തോട് അടുത്തു വരാൻ, വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യം, വിശുദ്ധ മന്ദിരത്തിൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം പ്രവേശിച്ചിരുന്ന പഴയ നിയമത്തിൽ ആ ഇടത്തേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലാൻ പ്രവേശനത്തിന് ധൈര്യം കൂടെ വസിക്കുന്ന സ്വർഗീയ അനുഭവം. യോഹന്നാന്റെ സുവിശേഷം 14:23 ഞാൻ നേരത്തെ പറഞ്ഞു, സ്വർഗീയ തൃത്വം കൂടെ വസിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. യോബിന്റെ പുസ്തകം 29:4 ആ വാക്യം പരിചയമുള്ള വാക്യമായി. എൻ്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. യോബ് പറയാണ്, എൻ്റെ കൂടാരത്തിന് ദൈവത്തിന്റെ സഖ്യത ഉണ്ടായിരുന്നു. പഴയ നിയമകാലത്ത് പുതിയ നിയമവിശ്വാസികളായി നമുക്ക് എത്രയോ അധികം കർത്താവിന്റെ സാന്നിധ്യത്തോട് അടുത്തു വരാനായിട്ട് ദൈവം അധികാരവും അവകാശവും കൃപയും നൽകിയിരിക്കുന്നു. ആ ദൈവത്തിന്റെ സഖ്യത അനുഭവിക്കാൻ സർവശക്തൻ എൻ്റെ കൂടെ വസിച്ചു എന്ന് അവിടെ വായിക്കുന്നു. ഇതേ കാര്യം തന്നെ, കൂടെ വസിക്കുന്നതിന്റെ ആ ഗ്ലോറി, അതിന്റെ തേജസ് എന്താണെന്ന് മറുരൂപമലയിൽ നമ്മൾ കാണുന്നുണ്ട്. അല്ലേ? ആ മറുരൂപമലയിൽ കർത്താവ് ആ തേജസ്സിനാൽ മൂടപ്പെട്ടവനായിട്ട്, ആ വലിയ തേജസ്, ആ ഗ്ലോറി, അത് മാത്രമല്ല, അവിടെ ഒരു ശബ്ദവും കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന ശബ്ദം. ഇതൊരു ദൈവ ഇഷ്ടമാണ്. ഒരു വാക്യം കൂടെ പറയട്ടെ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തില് നമ്മൾ കാണുന്നത് അവിടെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ്. തിരഞ്ഞെടുത്തത് പല ഉദ്ദേശത്തിലാണ്. They were selected to give authority over Satan, to do wonders. അത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കാനായിട്ട് ശിഷ്യന്മാര് കർത്താവിനോട് കൂടെ നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അത്ഭുത പ്രവർത്തികൾ ചെയ്തു. അത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതുമൂലം ദൈവനാമം മഹത്വപ്പെട്ടു. പക്ഷെ അവിടെ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. അവരെ സെലക്ട് ചെയ്തത് രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കാനും സദ്വർത്തമാനം ദേശമെങ്ങും അറിയിക്കാനും ഒക്കെയാണ്. പക്ഷെ അതിനു മുമ്പ് ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുവാ അത്? ശ്രദ്ധിച്ചോ? അത് അവിടെ എന്തോ പറയുന്നത്? കർത്താവിനോട് കൂടെ ഇരിപ്പാൻ. വിളിച്ചതിന്റെ പ്രാഥമികമായ കാര്യം, ആദ്യത്തെ ലക്ഷ്യം അവിടെ പറയുകയാണ്, തന്നോട് കൂടെ ഇരിപ്പാൻ. അതെ, മറ്റെന്തും ചെയ്യും മുമ്പ് നമുക്ക് ദൈവസാന്നിധ്യത്തിൽ ഇരിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞ ആ ദൈവദാസന്റെ കാര്യം. അദ്ദേഹം പ്രസിദ്ധനൊന്നുമല്ല. അദ്ദേഹത്തെ അറിയാവുന്ന കുറെ പേര് തിരുവല്ലായിലും പരിസരങ്ങളിലും ഉണ്ടെന്നേ ഉള്ളൂ. ഒരു വലിയ കൺവെൻഷനും ഒരു വലിയ വേദിയിലും ഒന്നും അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല. ഈ സൂം മീറ്റിംഗ് പോലും സംസാരിക്കാറില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ പ്രയാസമാണ്. എന്നാലും ഈ ദൈവസാന്നിധ്യത്തിനായിട്ട് കൊതിക്കുന്ന മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവസാന്നിധ്യത്തിനായിട്ട് കൊതിച്ച് ദിവസങ്ങളും മണിക്കൂറുകളും ദൈവസാന്നിധ്യത്തിൽ തന്നെ ഇരിക്കാൻ കഴിയുന്നത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. ഇപ്പം 1-2 കാര്യങ്ങൾ നിങ്ങൾ പുറത്തുള്ളവർക്ക് അത്രയും കാണാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന 2 പ്രധാന ഇലക്ഷനൊക്കെ വരുന്നുണ്ട്, അതിന്റെ കാര്യങ്ങളുണ്ട്. അത് കൂടാതുള്ള 2 കാര്യങ്ങളുണ്ട്. ആത്മീയ ലോകത്ത് നടക്കുന്ന അടിയും പിടിയൊക്കെ അതിന്റെ ഒരു വലിയ മേളം നടക്കുന്നുണ്ട് ഒരു വശത്ത്. അതുകൂടാതെ വേറൊരു കാര്യം, ഫാമിലി കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്ന 2 പേരുണ്ട്. മാരിയോ ജോസഫ് എന്നും ജിജി മാരിയോ എന്നും പറയുന്ന 2 പേര്. അവര് വളരെ പ്രഗത്ഭരായിരുന്നു. അവര് സ്ഥിരമായിട്ട് ഇങ്ങനെ ഫാമിലി കൗൺസിലിംഗ് ഒക്കെ നടത്തുകയായിരുന്നു. ഇപ്പൊ 2 പേരും കൂടെ അടിച്ചു പിരിഞ്ഞു. അപ്പൊ അത് മീഡിയ ആഘോഷിക്കുക. ഇപ്പൊ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചിന്തിച്ചു വരുമ്പം അവർക്ക് അറിവുള്ളവരും സൈക്കോളജി അറിയാവുന്നവരും നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നവരും ഒക്കെ ആയിരുന്നു. പക്ഷെ മാനസാന്തരപ്പെട്ടതാണോ? ഹൃദയത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നോ? ദൈവത്തോടു കൂടെ സമയം ചിലവഴിച്ചിട്ടുള്ളവരാണോ
ഇതൊക്കെയാണ് വലിയ പ്രശ്നം. അതുകൊണ്ട് കർത്താവിനോട് ചേർന്നിരുന്ന് ലഭിക്കുന്ന ആ ഭാവം, ആ ആറ്റിറ്റ്യൂഡ്, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലരോടും ഷെയർ ചെയ്ത ഒരു വാക്യമാണ് എഫേസ്യ ലേഖനം 6:6 വാക്യം. അത് നമുക്ക് ഒന്ന് നോക്കാം. എഫേസ്യ ലേഖനം 6:6 വാക്യം ഒന്ന് വായിക്കാം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പിൻ. മതി. അങ്ങനെ കർത്താവിനെ മാത്രം പ്രീതിപ്പെടുത്തുന്ന, ദൃഷ്ടി സേവയാലല്ല, ഒരു കാര്യവും ചെയ്യുന്നത് ഒരു മനുഷ്യർക്കും പ്രസാദത്തിന് വേണ്ടി അല്ലാതെ കർത്താവിന്റെ പ്രസാദത്തിന് വേണ്ടി ആണെങ്കിൽ അത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. നമ്മളെ തന്നെ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പല കാര്യങ്ങളും ചെയ്യുന്നത് മനുഷ്യർക്ക് പ്രസാദം വരാൻ വേണ്ടിയാണ്. ഈ ടോംസ് എന്ന് പറയുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട് മലയാളത്തിൽ. അദ്ദേഹത്തിന്റെ പഴയ ഒരു കാർട്ടൂണുണ്ട്. അതില് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അയാള് ഇങ്ങനെ ധൃതിയായിട്ട് ഒരിടത്ത് ഇങ്ങനെ നടന്നു പോവാ. രാവിലെ തോർത്തൊക്കെ തോളയിലിട്ട് ധൃതിയായിട്ട് നടന്നു പോകുമ്പോൾ ഞങ്ങള് ഒന്ന് രണ്ട് സ്നേഹിതന്മാര് ചില ദൂരെയുള്ള ഒരു മരണ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പം വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ഒരു ദേവദാസനുണ്ട്. പുള്ളി പറഞ്ഞതായി കഥ. പേറ്റന്റ് അദ്ദേഹത്തിന്റെയാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ കാർട്ടൂണിന്റെ കാര്യം പറഞ്ഞു. അതായത് പഞ്ചായത്ത് പ്രസിഡന്റ് ടോംസിന്റെ കാർട്ടൂണിൽ ഇങ്ങനെ ധൃതി വെച്ച് നടന്ന് പൊക്കോണ്ടിരിക്കുമ്പോ ആളുകൾ ചോദിച്ചു, ചേട്ടാ എവിടെ പോവാ? പുള്ളി പറഞ്ഞു, അതാ നമ്മുടെ തഹസീൽദാർ മരിച്ചുപോയി, പുള്ളിയെ കാണാൻ വേണ്ടി പോവാ. അപ്പൊ അടുത്ത ജംഗ്ഷനിലും ആളുകൾ കണ്ടപ്പം ചോദിച്ചു, എവിടെ പോവാ ചേട്ടാ ധൃതിയില്ല? അത് അറിഞ്ഞില്ലേ നിങ്ങൾ, തഹസീൽദാർ മരിച്ചുപോയി, ആ പുള്ളിയെ തഹസീൽദാരല്ല, തഹസീൽദാരുടെ ഭാര്യ മരിച്ചുപോയി, തഹസീൽദാരുടെ ഭാര്യ മരിച്ചുപോയി, കാണാൻ പോവാന്ന് പറഞ്ഞു. അങ്ങ് മരണ വീടിനോട് അടുത്തപ്പം ആരാണ്ട് ചോദിച്ചപ്പോഴും ഇതേ ഉത്തരം പറഞ്ഞപ്പം അവര് പറഞ്ഞു, അയ്യോ തഹസീൽദാരുടെ ഭാര്യ അല്ല, തഹസീൽദാരാ മരിച്ചത് എന്ന് പറഞ്ഞപ്പം ഈ മാന്യൻ രണ്ടാം മുണ്ടുമൊക്കെ തോളയിലിട്ട് അങ്ങ് തിരിച്ചു പോയെന്നാ പറഞ്ഞു. കാരണം തഹസീൽദാരുടെ ഭാര്യ മരിച്ചെങ്കിൽ ഇദ്ദേഹം ചെല്ലുന്നത് തഹസീൽദാർ കാണും, അദ്ദേഹത്തെ കാണിക്കാൻ വേണ്ടിയാ ചെല്ലുന്നത്. ഇനി തഹസീൽദാർ തന്നെയാ മരിച്ചു പോയെങ്കിൽ പിന്നെ പോയിട്ട് എന്തോ കാര്യം, പുള്ളി അങ്ങ് തിരിച്ചു പോയി. അപ്പൊ ഈ സ്നേഹിതൻ പറയായിരുന്നു, നമ്മളും ഇപ്പം തഹസീൽദാരുടെ ഭാര്യ മരിച്ചോണ്ടാ പോകുന്നത്. അവിടെ ഒരു അമ്മച്ചിയാ മരിച്ചത്, ഞങ്ങൾക്ക് ആർക്കും അമ്മച്ചിയെ അറിയത്തില്ല. എന്നാൽ അമ്മച്ചിയുടെ മോന് ഒരു ഡോക്ടറാണ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ ഡോക്ടർ കാണണം, നമ്മൾ അമ്മച്ചിയെ കാണാൻ വേണ്ടി ചെന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ പോകുന്നതിന് വേണ്ടിയാ. അത് നെസസറി ഈവിൾ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ പോയേ ഒക്കത്തുള്ളൂ. നമ്മൾ ചെല്ലണം, അദ്ദേഹം അറിയണം, നമ്മൾ ചെല്ലുന്നു എന്നുള്ള കാര്യം അറിയണം. പക്ഷെ ഇത് അറിഞ്ഞോ അറിയാതെ ഒരു വഞ്ചനയാണ്. നമുക്ക് അമ്മച്ചിയെ അറിയത്തുപോലും ഇല്ല. പക്ഷെ നമ്മൾ ആരെ കാണിക്കാനാ പോകുന്നത്? നമ്മൾ അമ്മച്ചിയുടെ മോനെ കാണിക്കാനാ പോകുന്നത്. അപ്പൊ ഒരു സ്വയപരിശോധന എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ പിന്നെ ഞാൻ പലരോടും പറഞ്ഞു, ഈ പത്രോസിനോട് കർത്താവ് പറഞ്ഞല്ലോ, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതാ അന്വേഷിക്കുന്നത്. മനുഷ്യപ്രീതിക്ക് വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുന്ന ഒരാൾക്ക് മനുഷ്യരെ പ്രീതിപ്പെടുത്തേണ്ടതിൽ ഒരു വ്യഗ്രത ഉണ്ടാവത്തില്ല. ഐ സർവീസ്, അവിടെ അതാ വായിക്കുന്നത്, ആ വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നത്. ദൃഷ്ടി സേവയാലല്ല. അങ്ങനത്തെ ഒരു സേവ കേട്ടിട്ടുണ്ടോ? ദൃഷ്ടി സേവ, ഐ സർവീസ് എന്നാ ഇംഗ്ലീഷിൽ. മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയുള്ള സർവീസ്. അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്നത് നിർമ്മലതയോടെ, ഹൃദയ നിർമ്മലതയോടെ, നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നിർമ്മല മനസാക്ഷിയോടെയുള്ള വിശ്വാസം, ആ വിശ്വാസം കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ അധികം വർദ്ധിക്കും. അപ്പോ ഹൃദയനുറുക്കത്തോടെ, മുറിഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ, വിശ്വാസത്തിന്റെ ആ ധൈര്യത്തോടെ ആജ്ഞാപിക്കാൻ ഒക്കെ കഴിയും. അതിലേക്ക് വളരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. യേശു പത്രോസിനോട് മത്തായി സുവിശേഷം 16:23 പറയുന്നുണ്ട്, നീ ദൈവത്തിൻ്റെതല്ല, നീ മനുഷ്യരുടേതാണ് അന്വേഷിക്കുന്നത്. ദൈവജനം അന്വേഷിക്കേണ്ടത് മനുഷ്യപ്രീതിക്ക് വേണ്ടി
ദൃഷ്ടി സേവയാൽ ഒരു കാര്യവും ചെയ്യാതെ കർത്താവിനെ സേവിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ തീവ്രതയും അതിന്റെ അളവും ഒക്കെ വ്യത്യാസപ്പെടും. അതിന് കർത്താവ് കാണിച്ച മാതൃകയുണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിലേക്ക് വളർന്നു വരാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ഇടയ്ക്കത്തെ ഒരു ദിവസം ഇങ്ങനെ വന്നേ ഉള്ളൂ. ദൈവം വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ പടിപടിയായി ദൈവവചനം മനസ്സിലാക്കാനും ദൈവവചനത്തിനനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിയാനും എല്ലാം ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ വാക്യങ്ങളും ഒക്കെ പറഞ്ഞത്. പക്ഷേ എൻ്റെ ചിന്ത ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിച്ച പ്രധാനപ്പെട്ട കാര്യം കർത്താവിനോട് കൂടെ വസിക്കുക, കൂടെ വസിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. പക്ഷെ അതിനോടനുബന്ധിച്ച് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോവൽസിലൊക്കെ കാണുന്നത് പോലെ ഇവിടുന്നും അവിടുന്നും ഒക്കെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞതെങ്കിലും ഈ അടുത്ത കാലത്തെല്ലാം വന്ന കുറെ ചിന്തകളാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. പക്ഷെ എനിക്ക് ധൈര്യം നൽകിയ ഒരു കാര്യം, ആ ചിന്തകൾ ചിന്തകളായിട്ടിരിക്കാതെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ജെയ്ക്ക് ബ്രദറിന്റെ കൂടെ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും വലിയ അത്ഭുതം സംഭവിച്ചൊന്നും എനിക്കറിഞ്ഞൂടാ. എന്ത് സംഭവിക്കാനാ? പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ആത്മലോകത്ത് ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും ആത്മലോകത്ത് ദൈവം ചില സംഭവങ്ങൾക്ക് മുഖാന്തരം ഒരുക്കാൻ ദിവസങ്ങളെ ഒരുക്കി. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് കാര്യങ്ങളെ പ്ലാൻ ചെയ്യുന്നതെന്നറിയാം. ദൈവത്തിന്റെ ചില സമയങ്ങളുണ്ട്, ആ ടൈമൊക്കെ ദൈവത്തിൻ്റെയാണ്. അത് ദൈവം അത്ഭുതകരമായിട്ട് പ്ലാൻ ചെയ്യുകയും നമുക്ക് വേണ്ടി മനോഹരമാക്കി തീർക്കുകയും ചെയ്യും. ആ അത്ഭുതവാനായ ദൈവത്തിന്റെ എല്ലാ ക്രിയകൾക്കായിട്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശനിയാഴ്ചകളിൽ ഇങ്ങനെ അല്പസമയം ഒരുമിച്ച് കിട്ടുന്നത് വളരെ മനോഹരമായ ഒരു സമയമാണ്. അതൊരു വൺ വേ ട്രാഫിക് ആയിട്ട് തീരാതെ എനിക്ക് എൻ്റെ ഒരു സജഷൻ, പണ്ടൊക്കെ ഈ ഗ്രൂപ്പിൽ സംബന്ധിക്കുന്ന ആളുകൾ 1-2 മിനിറ്റ് എടുത്തൊരു സാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം വീഡിയോ തുറന്നാലും തുറന്നില്ലേലും ഒരു സാക്ഷ്യം പറയുന്നതും ഷെയർ ചെയ്യുന്നതും ഒക്കെ വലിയ ജീവനാണ്. അതിന് ഇനിയും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട കുറേയധികം ചിന്തകൾ നമുക്ക് കേൾക്കുവാനായിട്ടിടയായി. കർത്താവിൽ വസിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ചിന്ത. കർത്താവിനോട് കൂടെ വസിക്കുന്നത് പലപ്പോഴും നമുക്കതിനുള്ള ആക്സസ് ഉണ്ടെങ്കിലും പലപ്പോഴും നാം അതിൽ പ്രവേശിക്കാറില്ല. എത്രയോ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ഹല്ലേലൂയ. മനുഷ്യ ദൃഷ്ടി സേവയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ഒക്കെ പല ചിന്തകൾ നാം കേൾക്കുവാനായിട്ടിടയായി. കർത്താവിൽ വസിക്കുന്നവർ അവരുടെ വിശ്വാസം വലുതായിരിക്കും. അവർ ഓരോ ദിവസവും വിശ്വാസത്തിൽ വർദ്ധിച്ചു വരും. അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് ജീവിതത്തിൽ കൂടുതൽ ചെയ്യുവാൻ അവരുടെ ജീവിതത്തിലിടയാകും. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് ചെയ്യുവാനും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് ഓരോ ദിവസവും കഴിയുന്തോറും ആ ഒരു റിയലൈസേഷൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഇന്ന് കേൾക്കുവാനായിട്ടിടയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങൾക്കായിട്ട് കർത്താവിനെ ഞാൻ ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഓർപ്പിച്ചതുപോലെ അടുത്ത ആഴ്ച കൊരിന്ത്യ ലേഖനത്തിൽ നാം ചിന്തിക്കും. പപ്പ എന്ന് പറഞ്ഞതുപോലെ കുറച്ച് സമയം തിരുവചന പഠനവും അതിനുശേഷം അല്പസമയം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുവാനും അതിനകത്തുനിന്ന് ഷെയർ ചെയ്യുവാനുമായിട്ടുള്ള അവസരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടായിരിക്കും. കഴിയുന്നിടത്തോളം വായിക്കുവാൻ കഴിയുമെങ്കിൽ ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് നേരത്തെ വന്നു കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. നമ്മുടെ ഉദ്ദേശം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തിരുവചനം നമുക്ക് പഠിക്കുക, പ്രാക്ടിക്കലായിട്ട് ഈ വചനം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെ ഫോക്കസ് ചെയ്തായിരിക്കും തുടർന്നുള്ള ദിവസത്തെ വചന പഠനം. കഴിഞ്ഞ റോമാലേഖനവും അപ്പോസ്തല പ്രവൃത്തികളും ഒക്കെ നമ്മൾ ചിന്തിച്ചു. വളരെ അനുഗ്രഹമായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് അതിന് തുടർമാനമായിട്ട് ചിന്തിക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയെ ആ വിഷയത്തിൽ വിശേഷാൽ ചോദിക്കുന്നു. അപ്പോൾ ബെഞ്ചമിൻ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. വിശേഷാൽ അടുത്ത ആഴ്ച തൊട്ട് നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് വിശേഷാൽ പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. പ്രിയ കർത്താവേ, പരിശുദ്ധ നാമത്തിന് നന്ദിയോട് സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളായ ഇടങ്ങൾക്ക് അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവേ, അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ, കർത്താവെ തിരുസന്നിധിയിൽ പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ഞങ്ങളുടെ ഹൃദയത്തെ സജ്ജമാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം.
നിന്റെ ആത്മസാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കർത്താവേ. നിന്റെ ദാസനിലൂടെ ഇന്ന് സംസാരിച്ച വിലയേറിയ വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൻ്റെ പാപ്പരത്വം ഒന്ന് കാണുവാൻ, ശൂന്യത മനസ്സിലാക്കുവാൻ, അടിയങ്ങളുടെ കുറവുകളെ കണ്ട് ഉണരുവാൻ കർത്താവെ ഇന്ന് ഈ വചന കേൾവി ഞങ്ങളെ സഹായിക്കുന്നു ഓർത്ത് സ്തോത്രം. അടിയങ്ങൾ അവിടുത്തോട് ചേർന്ന് വസിക്കുന്നുണ്ടോ? ഞങ്ങൾ താമസിക്കുന്നവരാണെങ്കിലും കർത്താവെ നിന്നോടൊപ്പം കൂടെ വസിപ്പാൻ ഞങ്ങൾക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ടല്ലോ കർത്താവെ. വീട്ടുകാരെന്ന മേൽവിലാസവും പേരുമൊക്കെ ഞങ്ങൾക്കുണ്ടെങ്കിലും നീയുമായുള്ള ആ ഭേദ്യമായ ബന്ധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും കർത്താവെ വേണ്ടും പോലെ നടന്നിട്ടില്ലല്ലോ കർത്താവെ. നിന്നോട് കൂടെയുള്ളവരാണ് ഞങ്ങളെന്ന് ഞങ്ങളെക്കുറിച്ച് നാട്ടുകാർ പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിലൊരു പരിണാമവും ഉണ്ടായിട്ടില്ലല്ലോ കർത്താവെ. നിന്റെ വചനം ഞങ്ങൾ കേട്ട് ഞങ്ങളെ തന്നെ ചതിക്കുവാനല്ല, ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാനുള്ള കൃപ തരണമേ കർത്താവെ. അവിടുന്ന് ഞങ്ങളെ നോക്കി അത്ഭുതപ്പെടുന്നുണ്ടാകും. അത് എന്തിനാണെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ ഞെട്ടുന്നു കർത്താവെ. ഞങ്ങളുടെ അവിശ്വാസം കണ്ടിട്ടാണല്ലോ അവിടുന്ന് പലപ്പോഴും ഞങ്ങളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു പോകുന്നത്. ജീവിതത്തിൽ നിന്റെ അത്ഭുതങ്ങൾ ഞങ്ങൾ അനവധി കണ്ടതാണ്, അനുഭവിച്ചതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അതുണ്ട് കർത്താവെ. അപ്പോഴും ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ഭാരം കർത്താവെ സ്വയം ചുമക്കുന്നവരായി, നിന്നെ ട്രസ്റ്റ് ചെയ്യുവാൻ കഴിയാതെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിത ഭാരങ്ങളുമായി, വേദനകളുമായി ഇന്നും നിന്റെ സന്നിധിയിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നിരിക്കുകയാണല്ലോ കർത്താവെ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, നിന്നിലുള്ള ആശ്രയം വർദ്ധിപ്പിക്കണമേ കർത്താവെ. മറ്റുള്ള മനുഷ്യരുടെ മുൻപാകെ, സഹോദരങ്ങളുടെ മുൻപാകെ, സഭയുടെ മുൻപാകെ ഞങ്ങളൊക്കെ ദൃഷ്ടിസേവകരായി, മാന്യന്മാരായി, ഭക്തന്മാരായി ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് കർത്താവെ. ഞങ്ങളോടതെല്ലാം ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കറക്റ്റായിരിക്കുന്നതും റൈറ്റായിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുവാൻ ഞങ്ങളെ ഇന്ന് നീ സഹായിച്ചതോർത്ത് സ്തോത്രം. റൈറ്റായുള്ളത് ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഒരുമിച്ച് കൂടി വന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. വചനം സംസാരിച്ച നിന്റെ ദാസനെ പിന്നെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിന്റെ മക്കളെ കുടുംബമായി അവിടുന്ന് സഹായിക്കുന്നു. നിന്റെ ദാസനെ കർത്താവെ ICPF-നോടുള്ള ബന്ധത്തിലും ആത്മീയ രംഗങ്ങളിൽ മറ്റു പലയിടങ്ങളിലുമായി കർത്താവിന് പ്രയോജനമുള്ളവനായി ഉപയോഗിക്കുന്നതോർത്ത് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കുന്നതായ കഴിവുകളും താലന്തുകളുമൊക്കെ ഈ ദിവസങ്ങളിൽ നിന്റെ രാജ്യത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടതാണ്. അതിനായി നിന്റെ മകനെ പിന്നെയും ശക്തീകരിക്കേണ്ടതിനായി ഒരു പ്രാവശ്യം കൂടി തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ അടുത്ത ദിവസം തുടങ്ങി കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് അടുത്ത ആഴ്ച തുടങ്ങി കർത്താവെ വചനം പഠിക്കുവാനായിട്ട് ഒരുങ്ങിയാണല്ലോ. പഠിപ്പിക്കുവാനായി കർത്താവെ നിന്റെ ദാസനെ അവിടുന്ന് സഹായിക്കുകയും അവിടുന്ന് അഭിഷേകത്തോടെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതോടൊപ്പം കൂടി വരുന്ന എല്ലാവരും കർത്താവെ വചനത്തിൽ ഒരുമിച്ച് പഠിച്ച് വളരുവാൻ തക്കവണ്ണം കർത്താവെ അടിയങ്ങൾക്കെല്ലാം അതിനുള്ളതായ ഏകാഗ്രതയോട് നിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും താല്പര്യത്തോടെ വചനത്തിൽ പങ്കാളികളായി തീരുവാനും കർത്താവ് എല്ലാവരെയും ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വ്യത്യസ്ത തലത്തിലേക്ക് കർത്താവെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിലൊരു വളർച്ചയിലേക്ക് കർത്താവെ ആ മുകളിലേക്കുള്ള ഒരു വളർച്ച ഞങ്ങൾക്കുണ്ടാകേണ്ടതിന് കർത്താവ് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ ഒരുമിപ്പിച്ച് സഹായിക്കുകയും വളർത്തുകയും ചെയ്യണമേ. ഞങ്ങൾ സാധാരണ പതിവ് പോലെ കൂടി വരുന്ന ഒരു കൂട്ടമായിട്ടല്ല കർത്താവെ. ഈ ദിവസങ്ങളിൽ നിന്റെ ആത്മാവിനാൽ അടിയങ്ങളെ രൂപപ്പെടുത്തി കർത്താവെ നിന്റെ രാജ്യത്തിൽ നിന്റെ മഹത്വത്തിനായി ഈ പ്രിയപ്പെട്ടവരെ എല്ലാം ഉപയോഗിക്കേണ്ടതിനായി
കർത്താവെ, ആ കടുകുമണിയോളമുള്ള വിശ്വാസം എക്സർസൈസ് ചെയ്യുന്നവരായി അടിയങ്ങളെല്ലാം നീ മാറ്റിക്കൊള്ളണമേ. അതിനായി നിന്റെ കൃപ തരണമേ. അതിനായി ഈ കൂട്ടത്തെ ഒരുക്കണമേ എന്ന് പിന്നെയും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. ഇന്ന് കടന്നു വരാതെ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും പേഴ്സണലായുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിയുന്നില്ല കർത്താവെ. കൂടി വന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ എല്ലാം വ്യക്തിപരമായുള്ള ആവശ്യങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഞങ്ങൾ ഈ സമയം കർത്താവെ, സുവിശേഷ നിമിത്തം പീഡനത്തിൽ കൂടി കടന്നു പോകുന്ന നിന്റെ സഭയെ, നിന്റെ ജനത്തെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കർത്താവെ, ജയിലിലായിരിക്കുന്നവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ സാന്നിധ്യം നിന്റെ കുഞ്ഞുങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങൾ കേട്ടതുപോലെ അവിടുന്ന് ഞങ്ങളെ അരികിൽ വന്ന് ഞങ്ങളിൽ വസിക്കുമെന്നോടുള്ള നിന്റെ വാഗ്ദത്തം നിന്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവെ അനുഭവിപ്പാൻ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ നിന്റെ സഭയെ, നിന്റെ ജനത്തെ കർത്താവെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു മൂലം സ്വർഗീയ പിതാവേ, ആമേൻ.